ആന്റി അടിച്ചൊന്നുമല്ല ഇത് മറ്റേ നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്നത്. ചുമ്മാ കേട്ടോ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് റോൾ കിട്ടാൻ ഞങ്ങളെല്ലാം ഒരുമിച്ച് മാറേണ്ടത്. ഇപ്പൊ ഇവരുടെ കാശിലെന്ന് പറഞ്ഞ നിശ്ചയം മേടിക്കും. പിന്നെ എന്റെ അങ്ങനെയല്ലേ നിഷയുടെ കാശായിരിക്കും. അല്ല, ഓരോരുത്തരുടെ പൈസ അപ്പന ഞങ്ങൾ ഒന്നിച്ച് സെലക്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഇതെടുത്തു. അപ്പൊ മുണ്ടാക്കായിരുന്നില്ലേ? നിശ്ചയ്ക്ക് മുണ്ട് അല്ല, 3 പേർക്ക് മുണ്ടെടുക്കായിരുന്നില്ല. അതുകൊണ്ടാ പാൻറ് ചേഞ്ച് ചെയ്തതാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഭംഗി അങ്ങനെയൊക്കെ കറക്റ്റ് ഒന്നും കിട്ടൂല. അപ്പൊ അതൊരു എപ്പിസോഡിന്റെ ടോട്ടലി കളർഫുൾ ആയിരുന്നു. പിന്നെ ഈ പുഷ്പ 2 എന്ന് പറയുന്നത് ഒരു കളറല്ലേ, കളർഫുൾ അല്ലേ? ഉണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കിടിലോ കിടിലോ. ഇനി എന്തേ ഫ്രീ വരട്ടെ. പിന്നെ ഫസ്റ്റ് കണ്ടോ? ഫസ്റ്റും കണ്ടു ഞാൻ, സെക്കൻഡ് കണ്ടു. സെക്കൻഡ് നല്ല അടിപൊളിയാണ്. ഫസ്റ്റും അതേ ഇഷ്ടമായി. രണ്ടുപേരും പോകുമ്പോൾ നല്ല അനുഭവത്തിൻ്റെ പകുതിക്കടെ പോകുമ്പോൾ പകുതിക്ക് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പടം കൊള്ളാം. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് തേയിലൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസം. ഇപ്പം വിക്രമാണെങ്കിലും ലിയോ ആണെങ്കിലും ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു പഞ്ചുണ്ട്. നമുക്ക് വീണ്ടും കാണുന്നു. ഇപ്പോഴും നമ്മൾ അതെടുത്ത് കാണും. പക്ഷെ നമ്മൾ അതുപോലെ ഒരു സാധനം പ്രതീക്ഷിച്ചാണ്. കാരണം KGF 2 ഇറങ്ങിയ സമയത്ത് ഇവരെ വീണ്ടും സ്ക്രിപ്റ്റൊക്കെ മാറ്റി പൊളിച്ച് എഴുതി അതിന് മേളിൽ പോകുന്ന രീതിയിലാണ് ഒരു ഉദ്ദേശം. പക്ഷെ നമ്മൾ ടൈലൻറ്റെങ്കിൽ ഒരു സാധനം ഉണ്ടോ, ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോൾ കാണും. പക്ഷേ ആരാണ് ക്ലൈമാക്സിൽ വന്നതെന്നുള്ളൊരു ഇത് അറിയില്ല. ഫസ്റ്റിലെ സീൻ പോലും കൺഫ്യൂഷൻ. ഇനി തേർഡ് പാർട്ടിയിൽ അതിൻ്റെ കണക്ഷൻ ആയിട്ട് എന്തെങ്കിലും കാണിക്കുന്നില്ല. പിന്നെ പുള്ളി ആ പാട്ട് സീൻ്റെ അകത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ്റെ ഒരു അംശം പോലും അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ കാര്യം പറയണ്ടല്ലോ, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയാണ്, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിലേക്കാണല്ലോ ഡബ് ചെയ്ത്, നമ്മൾ മലയാളമാണല്ലോ കണ്ടത്. ഡബ് ചെയ്ത് എല്ലാവരും നന്നായിട്ടുണ്ട്. ഫഹദിൻ്റെ ഡബ് ചെയ്തത് ഗംഭീരമായിട്ട്.